ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു വഴിതെറ്റിയ കഥയുമായിട്ടാണ്. അപ്പം ഞങ്ങൾ ചുമ്മാ നൈറ്റ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലുമൊക്കെ ഇങ്ങനെ പോകാൻ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി പോയി നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങ് നടത്തം തുടങ്ങി. ഞങ്ങളൊരു സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് ഞങ്ങൾ എവിടെയൊക്കെ എത്തി. സത്യത്തിൽ ഞങ്ങൾ മാപ്പ് നോക്കിയപ്പോൾ പക്ഷേ ആ സ്ഥലത്ത് മാത്രം എത്തുന്നില്ല. ഞങ്ങൾ അവിടെ പോകാനാണ് വന്നത് സത്യത്തിൽ. പക്ഷേ അങ്ങോട്ട് പോകാനുള്ള വഴി നമുക്ക് അറിഞ്ഞുകൂടാ. കുറേ വഴി പോയിട്ട് തെറ്റിപ്പോയിട്ട് നമ്മൾ തിരിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് പോകാൻ എന്താ പ്ലാനെന്ന് അറിയത്തില്ല. ഇത് കാണുന്നിടത്ത് പോകാൻ പ്ലാനിട്ട് ഞങ്ങളാണ്, പക്ഷെ വഴി അറിയത്തില്ല പോകാനുള്ള. ഇന്നിവിടെ ബസ് സ്റ്റോപ്പിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ആ പാർക്കിൽ പോകാൻ വേണ്ടിയായിരുന്നു വന്നത്. പക്ഷേ അവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ റോഡിൽ കൂടെ നടന്നാണ് ഞങ്ങൾ വേറൊരു പാർക്കിൽ പോയി. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു അവിടെ ക്ലോസ് ആക്കിയെന്ന്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു പോകാനുള്ള വഴി നമുക്കറിയത്തില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ട്രെയിനൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന് ട്രെയിനിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകാനുള്ള വഴി അറിയത്തില്ല. നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഏതാ ബസ് സ്റ്റോപ്പൊന്നും നമുക്കിങ്ങനെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ട്രെയിൻ പോകുന്നവരെ ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിനൊക്കെ നോക്കി. ഇതിനൊക്കെ നമുക്കൊരു കൗതുകമല്ലേ, പൊടിപ്പിള്ളേരായിരിക്കാലും നമുക്കും പൊടിപ്പിള്ളേരാണ് ട്രെയിൻ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴത്തേക്കും ഒരാളെ കണ്ടു. അയാൾ പറഞ്ഞു ഇനി ഇവിടെ ബസ്സൊന്നും വരത്തില്ല അങ്ങനെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ക്യാബ് വിളിച്ച് പിന്നെ ക്യാബിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ക്യാബിൽ കയറുമ്പോൾ നല്ല ചില്ലൊരു ചേട്ടനൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് കുറേ ഹിന്ദി പാട്ടൊക്കെ ഇട്ടായിരുന്നു. ഇവിടുത്തെ ഉള്ളവർക്ക് നല്ല ഹിന്ദിയൊക്കെ, അവർ ഹിന്ദി സീരിയൽസൊക്കെ കാണും. ഹിന്ദി സീരിയൽസും മൂവീസും എല്ലാം അവർ കാണുമെന്ന് വെച്ചാൽ ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ അവരെയൊക്കെ അറിയാം. ഹിന്ദി പാട്ടൊക്കെ കുറച്ച് പേർക്കൊക്കെ ഹിന്ദിയൊക്കെ നല്ലോണം അറിയാമായിരിക്കും. അങ്ങനെ ചേട്ടൻ യൂട്യൂബിൽ ഹിന്ദി പാട്ടൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ ഞങ്ങളും കുറച്ച് കേട്ട് ഞങ്ങൾ പിന്നെ ചില്ലൊക്കെ അടിച്ച് പിന്നെ വീട്ടിലൊക്കെ വന്ന്. പിന്നെ ആ വഴി ഏതാണെന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ കുറേ കറങ്ങിയായിരുന്നു അവിടെ നോക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ പിന്നെ ക്യാബൊക്കെ ബുക്ക് ചെയ്ത് ക്യാബ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വഴിതെറ്റി ലാസ്റ്റ് നമ്മൾ ക്യാബൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലെത്തി. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.